8,65,000 ഫൈനൽ ചെയ്ത് കൊടുക്കും. ഫൈനൽ 8,65,000 കേരള നമ്പർ ആക്കിയിട്ട് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ലോൺ നമ്മൾ ഒറ്റ വണ്ടിക്ക് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യും. 14 മോഡൽ 78,000 കിലോമീറ്റർ മാത്രം ഓടിച്ചുള്ളൂ. 78,000 അതും ഫുള്ള് കമ്പനി സർവീസ്. 13,55 ചെറിയ രീതിയിൽ നല്ലൊരു പൊട്ടിച്ച വിലയാണല്ലോ. NOC കൊടുക്കാം. Z ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്, ഓട്ടോമാറ്റിക് ആണ്. എക്സ്പെക്ട് ചെയ്യണേ നമ്മള് ഇത് നമുക്ക് 3,68,000 3,60,000 കൊടുക്കാം. ഇതിൽ നമുക്ക് NOC കൊടുക്കാം. ഒരു ചെറിയൊരു ആൾട്ടോ 19 മോഡൽ. ഓണർഷിപ്പോ സെക്കൻഡ് ഓണർ, സിംഗിൾ ഓണർ. ഡീസൽ ആണോ? 85,000 കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് 6,20,000 ആറ് പേരിലൊക്കെ ചെയ്തോളൂ. 18 മോഡൽ 6,20,000 രൂപ. നമ്പർ ആയ വണ്ടി 5,20,000 രൂപക്ക് ലോണും വേണേ കിട്ടും. ഒറിജിനൽ കേരള വണ്ടിയാണ്, മാക്സിമം ലോൺ. ഹലോ ഗൈസ്, മലയാളം മീഡിയയിലെ ഒരു സൂപ്പർ ഹിറ്റ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു വില പൊട്ടിക്കാനായിട്ട്. ആരെടുത്ത്? നമ്മൾ നജാദ് ബ്രോന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഒരുപാടധികം വാഹനങ്ങൾ കാണിക്കുന്നുണ്ട്. ഫോർച്യൂണർ ആയിക്കോട്ടെ, ബെൻസ് ആയിക്കോട്ടെ, എല്ലാ വാഹനങ്ങളും പൊട്ടിച്ച റേറ്റിലാണ് തരാൻ പോകുന്നത് കേട്ടോ. സംശയമുണ്ടോ? എന്നാ കേട്ടോളി. ഈ ക്ലാസ് വെറും 6.25 ലക്ഷം രൂപക്ക് ഇങ്ങനെ തരും. ഇനിയിപ്പോൾ ഫോർച്യൂണർ ആയിക്കോട്ടെ, ഒരു ബലേനോ സ്വന്താക്കുന്ന റേറ്റിൽ 8.25 ലക്ഷം റുപ്യക്ക്. ഡീസലിൽ 20 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ബെൻസിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ 180 ആർന്ന ഏറ്റവും ബേസ് വേരിയൻ്റ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെറിയ പ്രൈസിൽ 7.25 ലക്ഷം രൂപ വീട്ടിൽ കണ്ട് കൊണ്ടുപോകാം. ഇതുപോലത്തെ അനവധി ചെറുവണ്ടികൾ വരെ നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളൂ. എല്ലാതും പൊട്ടിച്ച വിലക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഇതിൻ്റെയൊക്കെ ഓണർ ആയിട്ടുള്ള നമ്മൾ നജാദ് ബ്രോ ആണ്. ബ്രോ, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. ഈ ഒരു ചെറിയ പ്രായത്തിൽ കേരളത്തിൽ ഏറ്റവും ചെറിയ വിലയിൽ, വലിയ വണ്ടി ആയിക്കോട്ടെ ചെറിയ വണ്ടി ആയിക്കോട്ടെ, നമുക്ക് പൊട്ടിച്ച് തരുന്ന നജാദ് ബ്രോന്റെ അടുത്താട്ടോ നമ്മളുള്ളത് അല്ലേ? എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഷാറാണ്. കച്ചവടം കഴിഞ്ഞിട്ടുണ്ട്? റാത്താണല്ലേ? നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് എല്ലാ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോക്കും കാര്യങ്ങളും കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർച്യൂണർ ആയിക്കോട്ടെ, ബെൻസ്, ഇത് മാത്രമല്ല ഇനി വണ്ടി വരാനുണ്ട്. വണ്ടി പണിയിലെടുക്കണം ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പ്രേക്ഷകർ ആവശ്യപ്പെട്ട പ്രൈസിൽ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കൂലേ? ഏത് ധൈര്യത്തോട് കൂടി കൊടുക്കൂലേ? ഇപ്പൊ നമ്മളിപ്പോ അതർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ എടുക്കുമ്പോൾ പേടിയായിരിക്കും. എന്തിപ്പോ NOC ആയാലും മേജർ ഫ്ലഡ് കാര്യങ്ങൾ ഗ്യാരണ്ടിയിൽ കൊടുക്കാം. മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈന്റുകൾ ഇതിന് 100% ഗ്യാരണ്ടിയാണ്. ചെറിയ റീപ്ലേസ്മെന്റ് എന്തായാലും ചെറിയ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂപ്പര് ഗ്യാരണ്ടി പറയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ഷോറൂം ഓപ്പണിംഗ് ആണ്. ഇപ്പൊ അതിന്റെ ഓപ്പണിംഗ് ആണ്. പിന്നെ ഇത് നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് വിചാരിച്ച് വിലന്റെ വ്യത്യാസമൊന്നുമില്ല. സ്ഥലത്ത് ഒരു ഷെഡ് ഇട്ട് കൊണ്ടിറക്കുന്നതായാലും റേറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ. അതിന്റെ കാര്യത്തിൽ നിങ്ങൾ വെറിഡ് ആവേണ്ട ഒരാവശ്യമില്ല. ഇനി നമ്മളെ പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോ. നമ്മൾ കോഴിക്കോട് മുക്കം ചേന്നമംഗലൂരാണ് നമ്മളെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും കേട്ടോ. ഓക്കെ, നജാദ് ബ്രോ തള്ളാണോ നമുക്ക് നോക്കാലോ. ആ സർപ്രൈസ് റേറ്റ് തന്നെ പൊട്ടിക്കാം നമുക്ക്. കമോൺ ഗൈസ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ബർക്കത്തിന് വേണ്ടിയിട്ട് ഈ കരിമ്പുലിന്റെ എടുത്തുന്നതിനെ തുടങ്ങാല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ ഇത് 2010 മോഡൽ 4x4 മാനുവൽ. 4x4 10 മോഡലാണ്. പക്ഷെ ഈ വണ്ടി കണ്ടാല് ആര് 10 പറയില്ല. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ബ്ലാക്കിലേക്ക് അടിച്ചിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഈ പെയിന്റിംഗ് ആയിക്കോട്ടെ, നല്ല അത്യാവശ്യം നല്ല ഗ്ലേസിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ ഒക്കെ പുതിയത്, പക്ക ഫ്രഷ് പുത്തൻ ടയറും നല്ല ടയർ ഉണ്ട്. 10 മോഡൽ 4x4 മാനുവൽ. ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർ ആണ്. ഇവിടെ KL നമ്പർ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്പർ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ടൈലൈറ്റ് കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന സാധനം കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി. ഇതിപ്പോ മേജർ ആക്സിഡന്റോ മേജർ എന്തെങ്കിലും കൊടുക്കാല്ലേ? റീപ്ലേസ്മെന്റ് ചെറിയ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? മെയിൻ ഗ്ലാസ് തന്നെയുള്ളൂ. വേറൊന്നുമില്ല, ഡോറ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം നല്ല പൈസ ഇറക്കിയിട്ടുള്ള വണ്ടി അല്ലേ? അത്യാവശ്യം നല്ല പൈസ ഇട്ടിട്ട് നമുക്ക് ചെറിയ പൈസ കൊടുക്കാം. ഇപ്പൊ ഇന്റീരിയർ ആയിക്കോട്ടെ, ഈ ഇന്റീരിയർ സീറ്റ് കവർ ചെറിയ മോശം ഉണ്ട്. ഫ്രഷ് ഓൽക്ക് ഏത് കളറാണോ വേണ്ടി അതിൽ നമുക്ക് അടിച്ചു ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, സ്റ്റിയറിംഗ് ആണെങ്കിൽ എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ടച്ച് സ്ക്രീനിൽ അഡീഷണൽ ആയിട്ടുണ്ട്. ക്ലൈമറ്റ് AC വരുന്നുണ്ട്. എയർ ബാഗ്, റൂഫ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഫിറ്റിംഗ്സ് ചെയ്ത ഒരു വാഹനത്തിന് ഇപ്പൊ ആൾക്കാർ വിചാരിക്കും വലിയ വില പറയുന്നു. ഇല്ല, ചെറിയൊരു വിലയാണ് പ്രൈസ്. 8,65,000 ഫൈനൽ ചെയ്ത് കൊടുക്കും. ഫൈനൽ 8,65,000 കേരള നമ്പർ ആക്കിയിട്ട് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ലോൺ നമ്മൾ ഒറ്റ വണ്ടിക്ക് നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. അവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂലേ? ജോലി സ്വന്തമായിട്ട് ചെയ്യാനല്ലാതെ നമ്മൾ ഒരു വണ്ടിക്കും ലോൺ പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഡീസൽ ഏകദേശം 20 അടുപ്പിച്ച് മൈലേജ് കിട്ടുന്ന ഒരു പോളോ ഉപയോഗിക്കുന്ന മെയിൻ്റെനൻസിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന റെഡ് കളർ
അട്രാക്റ്റീവ് കളറോട് കൂടി വരുന്ന 180 അല്ലേ? ഓക്കെ, ഇതിന് ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2014 മോഡൽ, 78,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 78,000 അതും ഫുള്ള് കമ്പനി സർവീസ്, പക്ക കമ്പനി. A to Z. 78,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 14 മോഡലൊക്കെ 78,000 കിട്ടാറുണ്ട്, വളരെ റെയർ ആണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം. ഹൈ ക്വാളിറ്റി അല്ലേ? അടിപൊളി വണ്ടി. തീർച്ചയായിട്ടും. ഇപ്പൊ ടയേഴ്സ് ആയാലും ഒരു ഏകദേശം 80% മുകളിൽ ടയർ വരുന്നുണ്ട്. A180 ആണ്. സൺറൂഫ് വരില്ല കേട്ടോ. സൺറൂഫ് വരില്ല. ഓക്കെ, ഡിക്കിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ലേഡീസിനാണേലും ഒക്കെ ഒറിജിനൽ സാധനം കേട്ടോ. ഓക്കെ, ഒരു ബലേനെ കൊണ്ടെടുക്കണ പോലെ കൊണ്ടെടുക്കാം അല്ലേ? അത്ര സ്പേസ് വരുന്നുള്ളൂ. അത്യാവശ്യം മൈലേജ് കിട്ടും, പെർഫോമൻസും ഉണ്ടാവും കേട്ടോ. മൈലേജ് എന്തായാലും 18 എങ്ങനെയാലും കിട്ടും. 20 യൂസർ റിവ്യൂ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു മുതലിന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിന്റെ ആ ഒരു ഫിനിഷിങ്, അതുപോലെ തന്നെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മുഷ്ടിയില ഒന്നും സംഭവിച്ചിട്ടില്ല. എത്രക്ക് പൊട്ടിക്കാം? സെക്കൻഡ് ചാവി ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മള് ഫൈനലായിട്ട് 7,70,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയ എന്തെങ്കിലും വ്യത്യാസം ചെറുതായിട്ട് എന്തെങ്കിലും മാറുള്ളൂ. അത്യാവശ്യം നല്ല പ്രൈസ് ആണ്. ഓൾ ഇന്ത്യ NOC വേണം ചെയ്ത് കൊടുക്കാം അല്ലെ? ഫിനാൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കും. ഫിനാൻസ് നമ്പർ ആക്കിയാൽ എന്തായാലും 10 ലക്ഷം രൂപ കിട്ടും. 10 ലക്ഷം രൂപ കിട്ടും. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, നമ്മള് ലോൺ നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, ഏത് വണ്ടിയായാലും. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു വണ്ടിയാണ് Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ. അത് മുന്തിരി കളർ. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2016 മോഡൽ, ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ, 2.8. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അല്ലേ? കിലോമീറ്റർ 1.5 ലക്ഷം. ഓരോ 5,000 10,000 ഫുൾ കമ്പനി സർവീസ് ജെനുവിന്. ഫുൾ എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ എത്ര ഉണ്ട്? ടയർ ഏകദേശം 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് Z ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 4 കമ്പനി അലോയ് വീൽസ്, അതുപോലെ തന്നെ കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, ക്ലൈമറ്റ് കൺട്രോൾ, AC, എല്ലാ സെറ്റപ്പുകളും, ടച്ച് സ്ക്രീന്, 7 സീറ്റർ ആണ് വാഹനം വരുന്നത്. ലെതർ സീറ്റ്, സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, എയർ ബാഗ്, എല്ലാ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി. ഓട്ടോമാറ്റിക്കും ആണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 13.55 ആണ് ആസ്ക് ചെയ്യണേ. ചെറിയ രീതിയിൽ 13.55. ചെറിയ രീതിയിൽ നല്ലൊരു പൊട്ടിച്ച വിലയാണല്ലോ. NOC കൊടുക്കാം. Z ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക്കും ആണ്. 16 മോഡൽ എവിടുന്നെങ്കിലും കിട്ടുമോ? ഏറ്റവും ഫുൾ ഓപ്ഷൻ Z വളരെ റയർ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് ബെൻസ് പരിചയപ്പെട്ടല്ലോ. വലിയ വണ്ടികൾ പറഞ്ഞിട്ട് ചെറുതൊക്കെ പോവാം നമുക്ക്. ഓക്കെ, വൈറ്റ് കളർ ബെൻസ്. ഇതിന്റെ ഡീറ്റെയിൽ അതിന് വരുന്നത്? ഇത് E220 ക്ലാസ് 2011 മോഡൽ, സിംഗിൾ ഓണർ. ഇവിടെ 57 NOC ഇഷ്യൂ ആയിന്. ഓക്കെ, കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി അല്ലേ? എന്തെങ്കിലും മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്, കമ്പനി തന്നെ അല്ലേ? ടയേഴ്സ് എത്ര വരുന്നുണ്ട്? ടയേഴ്സ് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ 90 എബോ ഉണ്ട്. ബാക്ക് ഏകദേശം ചേഞ്ച് ചെയ്യാനാണ്. അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത വണ്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇന്റീരിയർ. 2010 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഇന്റീരിയർ വരുന്ന വാഹനം കേട്ടോ. അപ്പൊ എത്രയാണ് ഇതിന്റെ ഓഫർ പ്രൈസ്? ഇത് നമുക്ക് 6,20,000 ആണ് ആസ്ക് ചെയ്യണേ. ചെറുതായിട്ട് എന്തെങ്കിലും വിത്ത് NOC 6,25,000 രൂപക്ക് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും നെഗോഷ്യബിൾ ആവട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തായിട്ട് ടയോട്ടയിൽ ഏറ്റവും ചെറിയ വാഹനം, അത് മാത്രമല്ല ലോ മെയിൻ്റെനൻസ് ഉള്ള ഒരു വണ്ടി, എത്തിയോസ്. ഇത് ഡീറ്റെയിൽ ഇത് 2015 മോഡൽ, സിംഗിൾ ഓണർ, 1,50,000 കിലോമീറ്റർ. 1,50,000 കിലോമീറ്റർ. ഓക്കെ, കിലോമീറ്റർ. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസ്. ഓക്കെ, മെക്കാനിക് എങ്ങനെയാണ് വണ്ടി? മെക്കാനിക് ഫിറ്റ് ആണ്. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, നല്ല സീറ്റർ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, AC ഒക്കെ പക്ക കൂളിംഗ് അല്ലേ? എയർ ബാഗും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മള്? ഇത് നമുക്ക് 3,68,000 രൂപയ്ക്ക് 3,68,000 കൊടുക്കാം. ഇതിൽ നമുക്ക് NOC കൊടുക്കാം. ഒരു ചെറിയൊരു ആൾട്ടോ സ്വന്തമാക്കണ വിലക്ക് അല്ലേ? ഇത് ഡീസൽ അല്ലേ? ഡീസലില് അത്യാവശ്യം 20 അടുപ്പിച്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി ഒരു ആൾട്ടോ വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാം. കാരണം എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഹോണ്ട അമേസ് പഴയ മോഡൽ അല്ലേ? ഓക്കെ, 2016 മോഡൽ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. ഡീസൽ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 75,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ 75,000 ഓടിയ. റീപ്ലേസ് ഉണ്ട്? മെയിൻ ഗ്ലാസ് ബാക്കി ഒന്നുമില്ല. ഓക്കെ, ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ വണ്ടി കാണാൻ. ബോഡി ആയിക്കോട്ടെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ എയർ ബാഗ് വരുന്നുണ്ട്, AC കാര്യങ്ങളൊക്കെ സെറ്റൊക്കെ വരുന്നുണ്ട്. V ഓപ്ഷൻ, അലോയ് വീൽസും വരും. മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ഡീസലിൽ ഏകദേശം എത്ര കിട്ടും മൈലേജ്? 20 മേലെ എന്തായാലും കിട്ടും, ധൈര്യമായിട്ട് പറയാം. ഓക്കെ, മെയിൻ്റെനൻസും കുറവാണ്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 4 ലക്ഷം രൂപയ്ക്ക് വിത്ത് NOC കൊടുക്കാം. 4 ലക്ഷം രൂപക്ക് വിത്ത് NOC കൊടുക്കാം. എല്ലാം ഫിറ്റ് ഉള്ള വണ്ടി. ഓക്കെ,
അപ്പോൾ 14 മോഡലാണ് 16 മോഡലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ തരാൻ പോകുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ആവറേജ് ടയറും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നിസാന്റെ മൈക്ര അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ 15 മോഡൽ. ഓക്കെ, സെക്കൻഡ് ഓണർ CVT ഓട്ടോമാറ്റിക് പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് CVT ആണ് കേട്ടോ. അപ്പോൾ CVT ഓട്ടോമാറ്റിക് ആണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ള. അപ്പോൾ ഒരുപാട് പേർക്ക് ആവശ്യമുള്ളൊരു വാഹനം, കാരണം ലാഗിങ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലേഡീസൊക്കെ സുഖമായിട്ട് കൊണ്ടെടുക്കാൻ പറ്റിയ വേരിയന്റ് XV വേരിയന്റ് അല്ലേ? ഫുൾ ഓപ്ഷൻ കേട്ടോ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വൃത്തിയുള്ളൊരു വണ്ടി. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി ആണ്. ഓക്കെ, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. വൃത്തിയുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. കീലെസ് എൻട്രി, അതുപോലെ തന്നെ ബട്ടൺ സ്റ്റാർട്ട്, ക്ലൈമറ്റ് AC സെറ്റ്, അതുപോലെ എയർ ബാഗ് കാര്യങ്ങൾ വരുന്ന ഏറ്റവും അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ? അപ്പൊ എത്രയാണ് ഈ വൃത്തിയുള്ള വണ്ടിക്ക് ചോദിക്കണേ? ഇത് നമുക്ക് 390 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 390 വിത്ത് NOC ഫൈനൽ ചെയ്ത് കൊടുക്കാം. 64,000 കിലോമീറ്റർ ഓടിയ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ പ്രൈസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കി, ഓഫർ ഉണ്ടോ ഇല്ലേന്ന്. ഇനി മാത്രമല്ല, ഈ പറഞ്ഞ പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പുതിയ മോഡൽ ഹോണ്ട അമേസ് പരിചയപ്പെട്ടു. അത് എത്ര മോഡൽ? ഇത് 2019 മോഡൽ. 19 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. സിംഗിൾ ഓണർ. ഡീസൽ ആണോ? 85,000 കിലോമീറ്റർ. ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് റയറായിട്ട് മാത്രം കിട്ടുന്ന സാധനം. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ്. ഡീസലിൽ മൈലേജ് കിട്ടുന്ന ഒരു സാധനം. ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ തന്നെ കിലോമീറ്റർ ജെനുവിൻ ആണോ? പക്കാ സർവീസ് ഉള്ള, തിരിച്ചിലോ മറിച്ചിലൊന്നുമില്ല. ഓക്കെ, V ഓപ്ഷൻ ആണ്. 4 കിഡിലൻ അലോയ് വീൽസ്. ടയർ എത്ര ഉണ്ട്? ടയർ ഏകദേശം ഫ്രണ്ട് അത്യാവശ്യം നല്ല ടയർ ഉണ്ട്. 80% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി സെറ്റ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് AC, എയർ ബാഗ്, സീറ്റ് കവർ കാര്യങ്ങൾ, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന സാധനം അല്ലേ? ഓക്കെ, എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? 5,60,000 രൂപ വിത്ത് NOC. 6 ലക്ഷം രൂപ മാർക്കറ്റിലാണ് തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇതിനെ നമ്പർ ആക്കാൻ ഏകദേശം ഒരു വരും 70 രൂപയ്ക്ക് വരുള്ളൂ അല്ലേ? ഓരോ ആർട്ടിക്ക് അനുസരിച്ച്. നല്ലൊരു കുഞ്ഞൻ വണ്ടി അല്ലേ? ഒരു ക്യൂട്ട് വണ്ടി, ചെറിയൊരു പ്രൈസിന് കൊടുത്തുകൂടാ. ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2009 മോഡൽ. 9 മോഡൽ. പെട്രോൾ മാനുവൽ ആണ്. കിലോമീറ്റർ ഓണർഷിപ്പ് 85,000 കിലോമീറ്റർ. ഓണർഷിപ്പ് ഇത് തേർഡ് ഓണറിൽ ഇവിടെ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. നമുക്ക് തേർഡ് ഓണറിൽ നമ്പർ ആക്കിയിട്ട് നമുക്ക് എത്രക്ക് പൊട്ടിക്കാം? ഇത് നമുക്ക് 1,70,000 കൊടുക്കാം. 1,70,000 രൂപക്ക് ജാസ്. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആട്ടോ, മോശം കാര്യങ്ങളൊന്നും പറയില്ല. 2000 ഒരു പ്രത്യേക ഡിസൈൻ അല്ലേ? ഓക്കെ, ഇത് എത്രയാണ് ചോദിക്കുന്നത് നമ്മൾ ഇനി? ഇത് നമുക്ക് വിത്ത് NOC വിത്ത് KL നമ്പറിൽ 1,70,000 കേരള നമ്പർ ആക്കിയിട്ടാണ്, NOC-യിലല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ജാസ് കുറഞ്ഞ മോഡൽ വേണമെങ്കിൽ തരണോളി. അടുത്തതായിട്ട് നമുക്ക് ഡുവൽ ടോണിൽ വരുന്ന എത്യോസ് പരിചയപ്പെടാം. ഇത് ഡയമണ്ട് കട്ട് അലോയ്സ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ അല്ല, ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല, VD ആണ്. അപ്പോൾ ഇത് ചെയ്താണോ ആഫ്റ്റർ അല്ല? ഇങ്ങനെയാണ് വരിക. കട്ടിംഗ് സ്റ്റിയറിംഗിന്റെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ സെയിം ആണല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ 2018 മോഡൽ. ഓണർഷിപ്പ് തേർഡ് ഓണറിൽ ഇവിടെ KL നമ്പർ ആയ. എന്തെങ്കിലും മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ടയേഴ്സ് എത്ര ഉണ്ട്? ടയേഴ്സ് ഏവറേജ് ടയേഴ്സ് ഉണ്ട്. ഒരു ആവറേജ് ടയറും കാര്യങ്ങളും വിത്ത് ഡയമണ്ട് കട്ട് അലോയ് വീൽസും കൂടി വരുന്ന വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഒറിജിനൽ കേട്ടോ. നമുക്ക് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് ഹവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ടച്ച് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. 2 ഐഫോണൊക്കെ ഉണ്ടല്ലോ, ഗിവ് കൊടുത്തുവിടാൻ നമുക്ക് പറ്റൂലല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്തൊരു ഇന്റീരിയറും കൂടിയാണ് കേട്ടോ. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ? ഇത് 6,20,000 രൂപയ്ക്ക് 18 മോഡൽ 6,20,000 രൂപ. നമ്പർ ആയ വണ്ടി കേരളത്തിലേക്ക് നമ്പർ ആയ വണ്ടി ലോണും കിട്ടും, അവർക്ക് കിട്ടും. നമ്മൾ പ്രൊവൈഡ് ഇല്ല, ലോണും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ ആണോ? ഹിസ്റ്ററി 90,000 ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഇനി ആ ജാസിന്റെ ബ്ലാക്ക് വേണമെങ്കിൽ അത് നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് ഡീറ്റെയിൽ ഇത് 2009 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർ 79,000 കിലോമീറ്റർ മാത്രം ഓടിയുണ്ട്. സിംഗിൾ ഓണറിൽ വെറും 79,000 മാത്രം സഞ്ചരിച്ചുള്ള വണ്ടി. എന്തെങ്കിലും മൈന്യൂട്ട് കാര്യങ്ങളൊന്നുമില്ല, പക്ക ജെനുവിൻ ആയിട്ട് കൊടുക്കാം. ടയേഴ്സ് എത്ര ഉണ്ട്? ടയേഴ്സ് ഫ്രണ്ട് ഏകദേശം 70+, ആവറേജ് ആയിട്ടുണ്ടല്ലേ? അപ്പോൾ എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വണ്ടിക്ക്? ഇത് നമുക്ക് വിത്ത് NOC-ലാണെങ്കിൽ 1,50,000 രൂപ കൊടുക്കാം. 1.5 ലക്ഷം രൂപ കൊടുക്കാം. ഇത് 1.5 ലക്ഷം രൂപ വിത്ത് NOC-യിൽ. അപ്പൊ നമ്പർ ആക്കാൻ എത്ര വരും? ഇതിന്റെ നമ്പർ ആക്കാൻ ഏകദേശം ചെറിയ പൈസ വരുള്ളൂ. 15,000 രൂപ ലെവലിൽ വരുള്ളൂ. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഹോണ്ടന്റെ 7 സീറ്റർ പരിചയപ്പെടാം. ഇത് പെട്രോൾ ഡീസൽ BRV ഒറിജിനൽ കേരള വണ്ടി. പിന്നെ പെട്രോൾ കേട്ടോ. പെട്രോൾ 58 ഫാൻസി നമ്പർ ഉണ്ട്. പെട്രോളിൽ വരുന്ന വൃത്തിയുള്ള വണ്ടി. ഓക്കെ, ജസ്റ്റ് ഒന്ന് കഴുകേണ്ട ആവശ്യമുണ്ട്, വേറെ ഒന്നുമില്ല. അത് നമ്മൾ ഏത് വണ്ടി കൊടുക്കുമ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ അത്ര വൃത്തിയാക്കിയിട്ട് കൊടുക്കും, പോളിഷ് ചെയ്ത് കൊടുക്കും.
ടയേഴ്സ് ആണെങ്കിൽ 4 ഡയമണ്ട് ടയേഴ്സ് വരുന്ന പുതിയ ടയേഴ്സ് അത്യാവശ്യം 100% ടയർസും കാര്യങ്ങളൊക്കെ വരുന്ന 7 സീറ്റർ വണ്ടി. കീലെസ് എൻട്രി, അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് AC, കമ്പനി സിസ്റ്റം, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന വണ്ടി അല്ലേ? എത്രയാണ് എക്സ്പെക്ട് ചെയ്യണേ? 5,20,000 5,20,000 രൂപക്ക് ലോണും മണി കിട്ടും. ഒറിജിനൽ കേരള വണ്ടിയാണ്, മാക്സിമം ലോൺ കിട്ടും. 5 ലക്ഷം രൂപ IDV ഉണ്ട്. ഒരു 20,000 രൂപ മുടക്കുകയാണെങ്കിൽ ഇറക്കാം, അവർക്ക് ഇറക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത് മുന്നേ ഒരു വണ്ടി എടുത്ത കസ്റ്റമർ ഉണ്ടല്ലേ? ആവശ്യമുണ്ട് ഇവിടെ. നമ്മുടെ കയ്യിൽ നിന്ന് മുന്നേ വണ്ടി എടുത്ത ആളാണ്. കോട്ടക്കൽ നിന്ന് വരികയാണ്. കോട്ടക്കൽ നിന്ന് വരികയാണ്. ഓക്കെ, ജാസാണ് എടുത്തത്. വീഡിയോ കണ്ടിട്ട് തന്നെ എടുത്ത വണ്ടിയാണ്. നമ്മള് വീഡിയോ കണ്ടിട്ട് വണ്ടി കറക്റ്റ് ആയിട്ട് ഷാറാണ്. NOC കാര്യങ്ങൾ, ഡീലിംഗ് കാര്യങ്ങൾ ഷാറാണ്. നമ്മുടെ പ്രേക്ഷകരോടാണ് പറയുന്നത്. കറക്റ്റ് ടൈമിന് NOC ഇറക്കി എടുത്തത്. അത്രയും ഗ്യാരണ്ടിയിലാണ്. കസ്റ്റമേഴ്സ് അടക്കം നല്ല റിവ്യൂ ആണ് പറയുന്നത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വേറെ വണ്ടി നോക്കണ്ടോ? ഇപ്പൊ അതൊന്നും തീർത്താട്ടെ. അപ്പൊ ഗൈസ്, എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു പൊട്ടിച്ച എപ്പിസോഡ്? എല്ലാവർക്കും തന്നെ ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ ഒരു ചെറിയ പ്രൈസിൽ ഈ വണ്ടികളൊക്കെ ഒരുപാട് പേര് സ്വപ്നം കാണുന്ന വാഹനങ്ങളാണ്. ചെറിയ പ്രൈസിൽ നമുക്ക് ഓരോരുത്തർക്ക് എത്തിച്ചു ഈ പറഞ്ഞ പ്രൈസിന് എന്തെങ്കിലുമൊക്കെ മൂപ്പരെ സോപ്പിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ കോഴിക്കോട് മുക്കം ചേന്നമംഗലൂരാണ്. കോൺടാക്ട് ചെയ്ത് താഴെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ പൊട്ടിച്ച വണ്ടികൾ കിട്ടണമെങ്കിൽ നജാദ് ബ്രോൻ്റെ അടുത്ത് തന്നെ വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡ് മാറ്റി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.